നമസ്കാരം. എൻ്റെ പേര് ലിജു ഏലിയാസ്. കോൺക്രീറ്റ് വിൽക്കാനുണ്ടോ എന്ന തലക്കെട്ട് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇന്ന് കുറച്ച് കോൺക്രീറ്റ് വേസ്റ്റ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചാണ് ഞാൻ വന്നത്. കോൺക്രീറ്റ് വേസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ വീടിൻ്റെ പരിസരത്തും പറമ്പിലും റോഡ് സൈഡിലും എല്ലാം കുന്നുകൂടുന്ന യാതൊരു മൂല്യവുമില്ലാത്ത എന്നാൽ പരിസ്ഥിതിക്ക് പലതരത്തിലുള്ള ദോഷങ്ങളുണ്ടാക്കുന്ന ഈ കോൺക്രീറ്റ് വേസ്റ്റ് എന്ന് ഞാൻ പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് അതിനെ ബലപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ആ ഇരുമ്പ് കമ്പി നീക്കം ചെയ്തതിന് ശേഷം അവശേഷിക്കുന്ന ഭാഗത്തെയാണ്. അതിന് കാരണം ഇരുമ്പ് കമ്പി നമുക്ക് നീക്കം ചെയ്ത് വിറ്റ് കഴിഞ്ഞാൽ അതിനൊരു മൂല്യമുണ്ട്, അതിന് നമുക്കൊരു വില ലഭിക്കും. എന്നാൽ അവശേഷിക്കുന്ന ഭാഗത്തിന് ഇന്ന് കാര്യമായ മൂല്യമില്ല. അതിനെയാണ് ഞാൻ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇത് പറയുമ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടാകുന്ന ചോദ്യം എത്ര രൂപ കിട്ടുമെന്നായിരിക്കും. എൻ്റെ വീട്ടിൽ ഒരുപാട് കോൺക്രീറ്റ് വേസ്റ്റ് ഉണ്ട്, തന്നു കഴിഞ്ഞാൽ കിലോയ്ക്ക് എത്ര കിട്ടും, 500 കിട്ടുമോ 1000 കിട്ടുമോ എന്നൊക്കെ ആയിരിക്കും നിങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മൂല്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ അതിന് കിട്ടുന്ന വിലയെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാം. അത് പറയുന്നതിന് മുമ്പായി ഇതിന് സമാനമായ ആക്രി വിൽക്കാനുണ്ടോ ആക്രി എന്ന് ചോദിക്കുന്ന ചോദ്യം നമ്മുടെ എല്ലാവരുടെയും വളരെ സുപരിചിതമായ ഒരു ചോദ്യമായിരിക്കും. അതായത് നമ്മുടെ വീട്ടിലേക്ക് ആളുകൾ വന്ന് പഴയ പാത്രങ്ങൾ, ചെരുപ്പ്, പ്ലാസ്റ്റിക്, പേപ്പർ ഇതെല്ലാം വാങ്ങിച്ചുകൊണ്ട് പോയി നമുക്ക് വില തന്നാണ് വാങ്ങിച്ചുകൊണ്ട് പോകുന്നത്. എന്നാൽ ഇങ്ങനെ ആരും കോൺക്രീറ്റ് വേസ്റ്റ് വാങ്ങിക്കാൻ വേണ്ടി നമ്മുടെ വീട്ടിലേക്ക് വരാറില്ല. അതിന് കാരണം ആക്രി വാങ്ങി അതിനെ റീസൈക്കിൾ ചെയ്ത് കഴിഞ്ഞാൽ അതിന് ലാഭം ഉണ്ടാക്കാൻ പറ്റും. എന്നാൽ കോൺക്രീറ്റിനെ റീസൈക്കിൾ ചെയ്ത് അല്ലെങ്കിൽ കോൺക്രീറ്റ് റീസൈക്ലിംഗ് എന്നത് ഒരു ലാഭകരമായി മാറിയിട്ടില്ല. അപ്പം ഇതിനെ ലാഭകരമാക്കാൻ വേണ്ടി അല്ലെങ്കിൽ കോൺക്രീറ്റ് പ്രോസസ്സിംഗ് വഴി നമുക്ക് ലാഭം ഉണ്ടാക്കണമെങ്കിൽ അതിൻ്റെ ആദ്യം വേണ്ടത് അതിൽ നിന്ന് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ വിപണന സാധ്യതയുള്ള എന്തെങ്കിലും ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയണം. ആ ഉൽപ്പന്നങ്ങളുടെ കൂടെ കുറച്ച് ഉപ ഉൽപ്പന്നങ്ങൾ കൂടി നിർമ്മിക്കാൻ പറ്റും അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ പറ്റുവാണെങ്കിൽ അതിൻ്റെ മൂല്യം വീണ്ടും ഉയരും. പിന്നെയുള്ളൊരു മാർഗം ഇതിനെ അല്ലെങ്കിൽ ഇതിൽ നിന്ന് വേർതിരിച്ചിരിക്കുന്ന എന്തെങ്കിലും ഒരു വസ്തുവിൻ്റെ നിലവിലുള്ള ഏതെങ്കിലും ഒരു വ്യാവസായിക ഉൽപ്പന്നത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു വ്യാവസായിക പ്രക്രിയയുടെയോ ഭാഗമാക്കി മാറ്റണം. അങ്ങനെ രക്ഷപ്പെട്ടു പോയ ഒരുപാട് സാധനങ്ങളുണ്ട്. നമ്മൾ വേസ്റ്റ് എന്ന് വിചാരിച്ചിരുന്ന ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ മരക്കരി, ചാർക്കോൾ പണ്ട് നമ്മൾ യാതൊരു ഉപയോഗമില്ലാത്ത വേസ്റ്റ് എന്ന് വിചാരിച്ചതാണ്. എന്നാൽ ഇപ്പോൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഫേസ് പാക്ക്, ഫേസ് വാഷ് തുടങ്ങി നമ്മൾ ഉപയോഗിക്കുന്ന മിക്ക സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ അകത്ത് ഇതുണ്ട്. അപ്പോൾ ഇത് ഉപയോഗിക്കുന്നത് വഴി അതിൻ്റെ മൂല്യം ഒരുപാട് ഉയർന്നു. അതുപോലെ തന്നെ ഈ കോൺക്രീറ്റ് പ്രോസസ്സിംഗ് വഴി നമുക്ക് ഉപയോഗപ്രദമായ വസ്തുക്കൾ ഉണ്ടാക്കിയെടുക്കാൻ അല്ലെങ്കിൽ കോൺക്രീറ്റ് പ്രോസസ്സിനെ ലാഭകരമാക്കി മാറ്റാൻ എന്ത് ചെയ്യാമെന്നാണ് എൻ്റെ ഗവേഷണ വിഷയം. ഇപ്പം അതിനുവേണ്ടി ഏതൊരു കോൺക്രീറ്റ് വേസ്റ്റിൻ്റെയും അതിൽ നിന്ന് അതിൻ്റെ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് പ്രോസസ്സിൻ്റെ ആദ്യത്തെ പടി മെക്കാനിക്കൽ റീസൈക്ലിംഗ് ആണ്. അതായത് കോൺക്രീറ്റ് വേസ്റ്റിനെ ഒരു മെഷീൻ ഉപയോഗിച്ച് പൊടിച്ച് ചെറിയ കഷ്ണങ്ങൾ അല്ലെങ്കിൽ ചെറിയ തരികളാക്കി അതിൻ്റെ അകത്ത് മെറ്റൽ, മണൽ എന്നിങ്ങനെ വേർതിരിച്ചെടുക്കുന്നു. ഇതോടൊപ്പം തന്നെ ഈ മെക്കാനിക്കൽ പ്രോസസ്സിങ്ങിൻ്റെ സമയത്ത് പൊടിഞ്ഞു വരുന്ന വളരെ ഫൈനായിട്ടുള്ള പൗഡറിനെയും നമുക്ക് വേർതിരിച്ചെടുക്കാം. അപ്പം ഇങ്ങനെ വേർതിരിച്ചെടുക്കുന്ന മെറ്റലും മണലും ഇപ്പോൾ ഒരു പരിധി വരെ സ്ലാബ് ഉണ്ടാക്കുന്നതിനും അതേപോലെ കലുങ്കുണ്ടാക്കുന്നതിനും ഒക്കെ നിർമ്മിക്കുന്നുണ്ട്. അതിന് മുമ്പ് വരെ ഈ കോൺക്രീറ്റ് വേസ്റ്റ് ഒരു ഭൂരിഭാഗവും ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ചതുപ്പ് നിലങ്ങൾ ഉയർത്തിയെടുക്കാനും അതേപോലെ തന്നെ റോഡ് ടാർ ചെയ്യുന്നതിന് മുമ്പ് ലെവൽ ചെയ്യാനും ഒക്കെ വേണ്ടി മാത്രമാണ്. അപ്പോൾ ഇതിനെ വീണ്ടും പുനരുപയോഗിക്കുക എന്നുള്ളൊരു സാധ്യതയാണ്. പക്ഷെ പുനരുപയോഗിക്കാൻ കാര്യമായി പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇത് ഉപയോഗിക്കുന്നില്ല. ഉപയോഗിക്കാത്തതിൻ്റെ കാരണം ഇങ്ങനെ റീസൈക്കിൾ ചെയ്തെടുക്കുന്ന മെറ്റലിൻ്റെയും മണലിൻ്റെയും ഒക്കെ പുറത്ത് പഴയ സെറ്റായ സിമെൻറ്റിൻ്റെയും കോൺക്രീറ്റിൻ്റെയും ഒക്കെ അംശങ്ങൾ പറ്റിപ്പിടിച്ചിരിക്കുന്നുണ്ടാവും. അപ്പോൾ ഇത് ഉള്ളത് കൊണ്ട് തന്നെ ഇതിനെ പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ബലത്തെയും കാര്യക്ഷമതയും അത് ബാധിക്കാം. അതുകൊണ്ട് തന്നെ ഇത് കാര്യമായി ഇപ്പോൾ ഉപയോഗിക്കപ്പെടുന്നില്ല. അപ്പോൾ ഈ പറ്റിപ്പിടിച്ചിരിക്കുന്ന കോൺക്രീറ്റിൻ്റെയും സിമെൻറ്റിൻ്റെയും ഒക്കെ അംശങ്ങൾ നീക്കം ചെയ്യാൻ വേണ്ടി ഞങ്ങളൊരു കെമിക്കൽ റീസൈക്ലിംഗ് രീതി ഉപയോഗിച്ചു. അതിനായി ഉപയോഗിച്ച ഒരു ആസിഡ് ട്രീറ്റ്മെൻ്റ് ആണ്. ആസിഡ് എന്ന് പറയുമ്പോൾ അത്ര വീര്യമുള്ള ഒരു ആസിഡ് അല്ല. ഞങ്ങൾ ഉപയോഗിച്ച അസറ്റിക് ആസിഡിൻ്റെ 3% മാത്രം വീര്യമുള്ള ഒരു സൊല്യൂഷനാണ് ഇതിനുവേണ്ടി ഉപയോഗിച്ചത്. അപ്പോൾ സൊല്യൂഷൻ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ മെറ്റലിനെയും മണലിനെയൊക്കെ കുറച്ചുകൂടി ക്ലീനാക്കി കുറച്ചുകൂടി ഗുണമേന്മയുള്ള മെറ്റലും മണലും ആക്കി മാറ്റാൻ കഴിഞ്ഞു. അപ്പോൾ ഇത് ഇങ്ങനെ വേർതിരിച്ചെടുത്ത മെറ്റലിനെയും മണലിനെയും ഇപ്പോഴത്തെ കാലത്ത് പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കൊക്കെ ഉള്ള അസംസ്കൃത വസ്തുക്കൾക്ക് കാര്യമായ ക്ഷാമം നേടുന്ന സമയത്ത് ഇതിന് വളരെ പ്രാധാന്യമുണ്ട്. അപ്പോൾ ഇതിലൂടെ നമുക്ക് വരുമാനം കണ്ടെത്താൻ കഴിയും. അപ്പോൾ ഇതിനു വേണ്ടി ഉപയോഗിച്ച ആസിഡ് സൊല്യൂഷൻ നമ്മൾ കളയേണ്ടതില്ല. ആ ആസിഡ് സൊല്യൂഷൻ്റെ അകത്ത് പഴയ കോൺക്രീറ്റിൽ അടങ്ങിയിരിക്കുന്ന കാൽസ്യം സംയുക്തങ്ങൾ ലയിച്ച് ചേർന്നിട്ടുണ്ട്. അപ്പോൾ ആ ആസിഡ് സൊല്യൂഷനെയും നമുക്ക് ഉപയോഗപ്പെടുത്താം. ആ ആസിഡ് സൊല്യൂഷനിൽ നിന്ന് ലയിച്ച് ചേർന്നിരിക്കുന്ന കാൽസ്യം സംയുക്തങ്ങളെ കാൽസ്യം അസറ്റേറ്റ് ആയിട്ടോ കാൽസ്യം കാർബണേറ്റ് ആയിട്ടോ നമുക്ക് വേർതിരിച്ചെടുക്കാം. ഇതും മൂല്യമുള്ള കെമിക്കൽസ് ആണ്. അപ്പോൾ ഇതിനും വിപണന സാധ്യത ഉള്ളതാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് വരുമാനം കണ്ടെത്താം. ഇനി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഒരു ഫൈൻ പൗഡറിനെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. ഫൈൻ പൗഡറിന് പ്രത്യേക ഉപയോഗങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതലും ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ഇതിനെ എങ്ങനെ ഉപയോഗിക്കാമെന്നാണ്.
അപ്പോൾ ഇതിനു വേണ്ടി ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് പ്രധാനമായും അടങ്ങിയിരിക്കുന്നത് സെറ്റായ സിമെൻറ്റിൻ്റെയും മണലിൻ്റെയും മെറ്റലിൻ്റെയും ഒക്കെ പൊടിയാണ്. വളരെ ഫൈൻ ആയിട്ടുള്ള പൗഡറാണ്. ടാൽക്കം പൗഡർ പോലെ ഫൈൻ ആയിട്ടുള്ള പൗഡറാണ്. അപ്പോൾ ഇതിനെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആസിഡ് ട്രീറ്റ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തുള്ള കാൽസ്യം സംയുക്തങ്ങൾ നമുക്ക് നീക്കം ചെയ്യാം. പിന്നീടുള്ളത് സിലിക്കൺ സംയുക്തങ്ങളാണ്. അതായത് സിലിക്കൺ റിച്ച് ആയിട്ടുള്ള അല്ലെങ്കിൽ സിലിക്കൺ സമ്പുഷ്ടമായിട്ടുള്ള പൗഡറാണ് പിന്നീട് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഇതിനെ ഒരു ഉയർന്ന താപനിലയിൽ ഏകദേശം 600 ഡിഗ്രി സെൽഷ്യസിൽ ചൂടാക്കി കഴിഞ്ഞാൽ ഇതിനെ സിലിക്കൺ ഡയോക്സൈഡ് ആക്കി മാറ്റാം. അപ്പോൾ അങ്ങനെ വേസ്റ്റ് കോൺക്രീറ്റിൽ നിന്നും വേർതിരിച്ചെടുത്ത ഈ സിലിക്കൺ ഡയോക്സൈഡിനെ എങ്ങനെ ഒരു വ്യാവസായിക പ്രക്രിയയുടെ ഭാഗമാക്കാം എന്നാണ് ഞങ്ങൾ ചിന്തിച്ചത്. അതിനുവേണ്ടി ഞങ്ങൾ കണ്ടെത്തിയത് മൈൽഡ് സ്റ്റീൽ ആയിട്ട് ബന്ധപ്പെട്ട ഒരു വ്യാവസായിക പ്രക്രിയയാണ്. മൈൽഡ് സ്റ്റീൽ എന്ന് പറയുന്നത് നമ്മൾ സാധാരണയായി ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ നിത്യജീവിതത്തിൽ ഒരുപാട് ഉപയോഗങ്ങളുള്ള ഒരു വസ്തുവാണ്. എന്നാൽ ഇത് പെട്ടെന്ന് തുരുമ്പ് പിടിക്കുന്നതുകൊണ്ട് ഇതിൻ്റെ സർഫസിൽ എപ്പോഴും ഒരു കോട്ടിംഗ് ഉണ്ടാവും. സാധാരണയായി ഉപയോഗിക്കുന്ന സിങ്ക് കോട്ടിംഗ് ആണ്. അപ്പോൾ സിങ്ക് കോട്ടിംഗ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്രക്രിയയെ വിളിക്കുന്ന പേര് ഗാൽവനൈസേഷൻ എന്നാണ്. അപ്പം ഞങ്ങൾ ഈ വേർതിരിച്ചെടുത്ത സിലിക്കൺ ഡയോക്സൈഡിനെ ഈ ഗാൽവനൈസേഷൻ്റെ പ്രോസസ്സിൻ്റെ ഭാഗമാക്കി മാറ്റി ഒരു കോമ്പോസിറ്റ് കോട്ടിംഗ് ഡെവലപ്പ് ചെയ്തു. അപ്പോൾ ഇങ്ങനെ നിർമ്മിച്ചെടുത്ത കോമ്പോസിറ്റ് കോട്ടിങ്ങിന് ശുദ്ധമായ സിങ്ക് കോട്ടിങ്ങിനേക്കാൾ ഒരുപാട് ഗുണമേന്മ ഉള്ളതായി കണ്ടെത്തി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഒരുപാട് വ്യാവസായിക പ്രാധാന്യവും അനന്ത സാധ്യതകളുമുള്ള ഗാൽവനൈസേഷൻ പ്രോസസ്സിൻ്റെ ഭാഗമായി ഈ വേർതിരിച്ചെടുത്ത അതായത് വേസ്റ്റ് കോൺക്രീറ്റിൽ നിന്ന് വേർതിരിച്ചെടുത്ത ഒരു വസ്തുവിനെ ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ ഭാവിയിൽ ഇതിൻ്റെ മൂല്യം അതായത് കോൺക്രീറ്റ് വേസ്റ്റിൻ്റെ മൂല്യം കൂടും. അപ്പോൾ മൂല്യം വർദ്ധിക്കുന്നതിനനുസരിച്ച് അതിന് നമുക്ക് കിട്ടുന്ന വിലയും കൂടും. അതായത് ഞാൻ ആദ്യമേ പറഞ്ഞ വിലയുടെ കാര്യം പറയാം. എത്ര വില കിട്ടുമെന്നത് നിങ്ങൾ തരുന്ന കോൺക്രീറ്റ് വേസ്റ്റിൻ്റെ വില അതിൽ നിന്ന് വേർതിരിച്ചെടുക്കാൻ പറ്റുന്ന മൂല്യമുള്ള വസ്തുക്കളുടെ അളവനുസരിച്ചാണ്. ഇപ്പം എന്തുമാത്രം മൂല്യമുള്ള വസ്തുക്കൾ അതിൻ്റെ അകത്ത് വേർതിരിച്ചെടുക്കാൻ പറ്റുമോ അത്രയും വില നിങ്ങൾക്ക് കിട്ടും. ഇത് ഞാൻ പറയുന്നത് ഇപ്പോഴത്തെ കാലത്തല്ല കേട്ടോ. ഇപ്പോൾ നിങ്ങൾ കോൺക്രീറ്റ് വേസ്റ്റ് തന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിന് വിലയൊന്നും കിട്ടിയെന്ന് വരില്ല. എന്നാൽ ഇതിന് പ്രാധാന്യം വരുന്ന ഒരു കാലത്ത്, അതായത് പല രീതിയിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെയുള്ള പല രീതിയിൽ കോൺക്രീറ്റ് വേസ്റ്റിൽ നിന്ന് വേർതിരിച്ചെടുക്കാൻ കഴിയുന്ന ഓരോ വസ്തുക്കളെയും പല ഉപയോഗങ്ങൾക്ക് വേണ്ടി കൃത്യമായി ഉപയോഗിച്ച് അതിൽ നിന്ന് വരുമാനം കണ്ടെത്താൻ കഴിഞ്ഞാൽ നമുക്ക് കോൺക്രീറ്റ് വേസ്റ്റിൻ്റെ മൂല്യം വരും നാളുകളിൽ ഉയർത്താൻ കഴിയും. അപ്പോൾ ഇതിന് ഏറ്റവും പ്രാധാന്യം കിട്ടുന്ന ഒരു കാലത്ത് കുറച്ച് രസകരമായി പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടൊക്കെ റബ്ബർ ഷീറ്റ് മോഷണം പോയിക്കൊണ്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അതുപോലെ കോൺക്രീറ്റ് വേസ്റ്റും മോഷ്ടിക്കപ്പെടത്തക്ക മൂല്യം കൈവരിക്കുന്ന ഒരു കാലം ഉണ്ടാകുമെന്ന പ്രത്യാശയിൽ ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.